ഷോകൾ നടന്നുകൊണ്ടിരുന്ന തീർന്ന സമയമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അടുത്ത ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടിയാൽ മതിയോ. ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ 13 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അവൻ 13 തരാമെന്ന് പറഞ്ഞാൽ അറിഞ്ഞപ്പോഴത്തേനും മറ്റവൻ പറഞ്ഞു ഞാൻ 15 തരാമെന്ന്. അങ്ങനെയാണ് 15 തന്നവന് നമ്മൾ കൊടുത്തു. അന്ന് ഞങ്ങളൊക്കെയാണ് കൗൺസിലുള്ളത്. 15 തന്നവന് കൊടുത്തു. അവന് ഈ പറഞ്ഞ ഒരു 10-12 ദിവസം നടത്തി കഴിഞ്ഞപ്പോഴത്തേനും അവന് ഭയങ്കര നഷ്ടം. അവൻ പിന്നെ ഒരു 10 ദിവസം കൂടെ കൂട്ടി തരണമെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ വെച്ച് നീട്ടിക്കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അവൻ പറഞ്ഞു വേണ്ട ഞാൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് നഷ്ടം വന്നു. 1 മാസം അവൻ്റെ സാധനം മുഴുവൻ ഇവിടെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൻ അതുകൊണ്ട് പോയത്. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ ഫെസ്റ്റൊക്കെ നടത്തിയതിൻ്റെ അവസ്ഥകൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്ന 5000 രൂപയാണ്. നമ്മൾ 7000 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൗൺസിൽ തീരുമാനിച്ച ആ റേറ്റിൽ നിന്നും യാതൊരു വ്യത്യാസവും ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം 2 മാസക്കാലം 2 കൗൺസിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. അതിനുശേഷം പുകമറ സൃഷ്ടിക്കത്തക്ക നിലയിലുള്ള ഒരു പ്രചരണവുമായി വരുന്നത് അത് ദുരുദ്ദേശപരമാണ്. അതൊരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇൻ്റഗ്രിറ്റിയെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ തരത്തിൽ തീരുമാനം അന്വേഷിക്കട്ടെ. ഇതിനകത്ത് ക്രമവിരുദ്ധമായി എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ, ക്രമം വിട്ടുള്ള തീരുമാനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യം അന്വേഷിച്ച് അതിനകത്ത് തീരുമാനമെടുക്കട്ടെ. കാരണം ഇത് നമുക്ക് പൊതുജനങ്ങളെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. പൊതുജന അന്വേഷണം നടത്തി അതിൻ്റെ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ മുഖം അതോടുകൂടി വളരെ കൃത്യമാകും. നമ്മൾ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്നുള്ള നിലയിലാണ് അത് വരുന്നത്. അന്വേഷണത്തെ മുനിസിപ്പാലിറ്റി ഭയപ്പെടുന്നില്ല. ആ അന്വേഷണം നടന്നോട്ടെ, ഒരു പ്രശ്നവും ഇക്കാര്യത്തിലില്ല. സത്യം പുറത്തു വരട്ടെ. ഒറ്റ കാര്യം, മുനിസിപ്പാലിറ്റിയെ മനഃപൂർവ്വം മോശമാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഒന്ന് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകരുത്. ഇത് ഒരു സമയത്ത് നമ്മൾ കൗൺസിലിൽ നിന്ന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് തീരുമാനമെടുക്കുകയും പിന്നെ പുറത്തിറങ്ങി ഏതെങ്കിലും ശക്തികൾ ആ മുനിസിപ്പാലിറ്റിക്ക് എതിരായി വരുന്ന സന്ദർഭത്തിൽ മുനിസിപ്പാലിറ്റിയേക്കാൾ കൂടുതലായി മുനിസിപ്പാലിറ്റിയെ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് പിന്തുണ കൊടുത്ത് അവരുടെ കൂട്ടത്തിൽ കൂടി നിന്ന് മുനിസിപ്പാലിറ്റിയെ മോശമാക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഏത് അന്വേഷണത്തെയും നേരിട്ട് ഇതിൻ്റെ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ മുനിസിപ്പാലിറ്റി എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്വേഷണത്തിന് തീരുമാനമെടുത്തത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.